ഹലോ വെൽക്കം ടു ഷൈനാസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റവ കൊണ്ട് ഒരു ലഡു ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് റവ കൊണ്ട് എങ്ങനെ ലഡു ഉണ്ടാക്കാമെന്ന് കാണിക്കുക. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത്, ഒരു ഏലക്കായ ചേർത്ത് പൊടിച്ച പഞ്ചസാരയുടെ പൊടിയുണ്ട്, പിന്നെ ആവശ്യത്തിന് പാലെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ റവ, അതുപോലെ തന്നെ കുറച്ച് തേങ്ങാപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് റവ ലഡു ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചട്ടി വയ്ക്കുക. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പം നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ഉണക്കമുന്തിരിയും കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാഷ്യൂനട്ട് ഞാൻ ചെറുതായിട്ട് പൊടിച്ചെടുത്ത കൈ കൊണ്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. അപ്പോൾ വലിയ പീസായി കഴിഞ്ഞാൽ നമുക്കിത് ലഡു ആക്കുമ്പോൾ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. അപ്പോൾ ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ നെയ്യിൽ തന്നെ റവ ഇട്ടിട്ട് റവേനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ റവേനെ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ പച്ചമണവും ആ ഒരു പച്ച ടേസ്റ്റും മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊന്ന് ഫ്രൈ ചെയ്യാത്ത റവ ആയതുകൊണ്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. ഫ്രൈ ചെയ്ത റവ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അങ്ങനെയാണ് നല്ലത്. അപ്പോൾ ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക ആ നെയ്യിൽ തന്നെ. അപ്പോൾ ഞാൻ ആകെ 1 സ്പൂൺ നെയ്യേ ചേർത്തിട്ടുള്ളൂ. അതിൽ ഞാൻ കാഷ്യൂനട്ടും മുന്തിരിയും ആദ്യം വറുത്തെടുത്തതിന് ശേഷം ആ നെയ്യിൽ തന്നെയാണ് റവ വറുത്തെടുക്കണത്. നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത്, ഒരു ഏലക്കായ ചേർത്ത് പൊടിച്ച പഞ്ചസാരയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കണ പാലൊഴിച്ചു കൊടുക്കുക. പാലൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ റവ ഇങ്ങനെ നമുക്ക് കടിക്കും. അപ്പോൾ അതങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ ഉപ്പുമാവൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കില്ല, അതുപോലെ തന്നെ പകരത്തിന് പാലാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. അപ്പോൾ പാലിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പഞ്ചസാര ഇട്ടു, റവ ഇട്ടു, പിന്നെ പാലൊഴിച്ചു, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിന് ആ റവേനൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പൊടി വാങ്ങിച്ചതാണ്. ചിരണ്ടിയ തേങ്ങയല്ല, തേങ്ങാപ്പൊടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ റവയുടെ പച്ചമണവും പച്ചക്കുത്തൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു ആദ്യം. അതിനുശേഷം പാലൊഴിച്ചപ്പോൾ ഒന്നും കൂടി അതിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ഉണക്കമുന്തിരിയും കശുവണ്ടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് 2-3 മിനിറ്റ് മാത്രം നമുക്കൊന്ന് ഇളക്കിയെടുത്താൽ മതി. അത് കഴിയുമ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കിത് ലഡു ആക്കാൻ പറ്റുള്ളൂ. അപ്പം വലുതായിട്ട് ചൂടാറരുത്, ചെറിയ ചൂട് കൈകൊണ്ട് പിടിക്കാൻ പറ്റണ ചൂടാറുമ്പോൾ നമുക്കിതിനെ ലഡു ആക്കി എടുക്കണം. അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോവും. കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇത് റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഉണങ്ങിയ പോലെയാവും. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ തന്നെ നമുക്കിത് ഉണ്ടയാക്കി എടുക്കണം. ഇത് ചെറിയായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ചൂടുണ്ട്, ഇപ്പോഴും ചൂടുണ്ട്. അപ്പോൾ ഞാനിതിനെ നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ കൈയിലോണ്ട് ഇളക്കണ പോലെയല്ല, കൈ കൊണ്ട് ഇളക്കുമ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ആ നെയ്യും മുന്തിരിയും കശുവണ്ടി പരിപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവും. അപ്പോൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ
ഓരോ ലഡു ആക്കി മാറ്റാം. ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ റവ ലഡു നമുക്ക് കഴിക്കാം. അപ്പോൾ നല്ല എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല എളുപ്പമല്ലേ, നല്ല എളുപ്പവുമാണ്, കാണാൻ നല്ല ലുക്കുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം. നല്ല ഈസി ആയിട്ട് റവ ഉണ്ടെങ്കിൽ നമുക്ക് ലഡു ഉണ്ടാക്കി കഴിക്കാം. സാധാരണ ലഡു കഴിക്കണമെന്ന് തന്നെ ഇല്ല, ഇങ്ങനെയും ലഡു കഴിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ പുതിയ വിശേഷവുമായി കാണാം.